അപ്പം ഇന്ന് വിയന്നയിലെ കുറച്ച് കാഴ്ചകളായാലോ. ഈ രണ്ടെണ്ണം അന്തം വിട്ട കുന്തം പോലെ എന്താ നോക്കിയിരിക്കുന്നതെന്നായിരിക്കും എല്ലാവരും വിചാരിക്കണത്. കാര്യമുണ്ട്. ദേ ഇതാണ് ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയുടെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന സെന്റ് സ്റ്റീഫൻസ് കാത്തീഡ്രൽ. ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് ഫോറിനേഴ്സാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വരണത്. ഇതുകൂടാതെ ഒരുപാടധികം കാഴ്ചകളുണ്ടെങ്കിലും ഇത് തന്നെയാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ സ്റ്റാർബക്സിൽ പോയി. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ മെനു ഒക്കെ കണ്ട് അവസാനം കണ്ടുപിടിച്ച് ഒരു തിരമിസു ക്രീം ഐസ്ഡ് ലാറ്റെ, പിന്നെ ഒരു ക്രെം ബ്രൂലേ, പിന്നെ ഒരു മെലൺ പേഴ്സ് റിഫ്രഷ, പിന്നെ പിസ്താച്ചിയൊക്കെ ഫില്ല് ചെയ്ത ഈ ഒരു സ്വീറ്റും കൂടെ മേടിച്ചു. എല്ലാം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കണത്. നമ്മുടെ നാട്ടിലെ പോലെ എളുപ്പമുള്ള പേരുകളൊന്നും അല്ല, പറയാനായിട്ട് കുറച്ച് പാടുപെടും. അങ്ങനെ നമ്മൾ ഇതെല്ലാം കുടിച്ച് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് എല്ലാവരും കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് വേസ്റ്റ് ബിന്നിലും ഇട്ട് നേരെ നടന്നു. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കും കുറേ കുതിരകളൊക്കെ ഉണ്ട്. കുതിരപ്പുറത്ത് ഒരുപാട് ആളുകൾ ഇരുന്ന് പോകുന്നത്. ഈ കുതിര ഹെൽത്തി ആണോ അല്ലയോ എന്നറിയാനായിട്ട് അതിന് കുറച്ച് ടെക്നിക്കുകളുണ്ടെന്നൊക്കെയാണ് ഇസി ഇവിടെ നിന്ന് പറയുന്നത്. ഇസി നമ്മുടെ ഫ്രണ്ടാണേ, സ്ലോവാക്യക്കാരിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ പണിത് വെച്ചേക്കുന്നത്, എന്തെങ്കിലും ഐതിഹ്യങ്ങളൊക്കെ കാണുമായിരിക്കാം. ലിബിക്ക് തോന്നിയ എന്തൊക്കെയോ ഐതിഹ്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പിന്നെ ഇത് പഴയകാലത്തുണ്ടായ ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷനാണ്. മറ്റ് ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ച് പണിതിട്ടും ഈ ഒരു പോർഷൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നും അറിയില്ല. ഈ കുതിരപ്പുറത്ത് സവാരി ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 200 യൂറോ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിന് പുറത്ത് കയറി യാത്ര ചെയ്യണമെങ്കിൽ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഷോപ്പിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇവിടുന്ന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ബർഗറും മേടിച്ച് കഴിച്ചു. ഈ ഷോപ്പിൻ്റെ പേര് 5 ഗൈസ് ബർഗർ ആൻഡ് ഫ്രൈസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. ഇവിടുത്തെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണെന്ന് തോന്നുന്നു. ഒരുപാട് കോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഈ ഒരു പാണ്ടേനെ കണ്ടേ. ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എന്താണ് ഇതിൻ്റെ ടെക്നിക്കെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ആളുണ്ടോ അതോ കറണ്ട് യൂസ് ചെയ്തിട്ടാണോ ഇത് വർക്ക് ചെയ്യിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി.